ഞങ്ങളുടെ ഒരു ബലമായിട്ടുള്ള സംശയം ഇത് പിണറായിൻ്റെ ഒരു ജീവൻ രക്ഷാ മാർഗമായിട്ട് ഇ ഡി വന്നതാണോ എന്നാണ് സംശയം. കാരണം എല്ലാവരും സ്വന്തം പാർട്ടിക്കാർ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക എല്ലാ സ്ഥലത്തും. ആ നേരത്താണ് ഇ ഡിയുടെ ഒരു റെയ്ഡ്. ഇവരെ യോജിപ്പിക്കാൻ വേണ്ടി നടത്തിയ ചില ശ്രമങ്ങളാണ് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് പിണറായിക്കുള്ള ജീവൻ രക്ഷാ മാർഗമായിട്ട് ഇ ഡി മാറി എന്നാണ് ഞങ്ങളുടെ സംശയം. 10 കൊല്ലമായിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റ് പിണറായിൻ്റെ കയ്യിലല്ലേ. അദ്ദേഹത്തിൻ്റെ ആശ്രയന്മാരിപ്പോഴും ഉണ്ടാവും. അവരിതിനെയൊക്കെ കോലി വയ്ക്കാൻ നോക്കും. ഇല്ല, പോലീസിനോട് ആത്മസംയമനം പാലിക്കണമെന്നാണ് ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടത്. അതല്ലാതെ കയ്യും കെട്ടി നോക്കിക്കണമെന്നല്ല അദ്ദേഹം പറഞ്ഞത്. ഏതായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ കാര്യങ്ങൾ ആഭ്യന്തര മന്ത്രാലയം പരിശോധിക്കും. അദ്ദേഹം ആഭ്യന്തരമന്ത്രി തന്നെ കാര്യത്തിൽ മുൻകൈ എടുക്കും. അദ്ദേഹം നല്ല രീതിയിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയും കൂടെ തരംഗം വയ്ക്കാൻ ചില ശക്തികൾ ശ്രമിക്കുന്നുണ്ടാവും. 1% പോലും അതിനോട് യോജിപ്പില്ല. കാരണം ഈ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. ഈ റെയ്ഡിനോട് ഞങ്ങൾക്കൊന്നും യോജിപ്പൊന്നുമില്ല. ഇ ഡിയുടെ മാത്രമല്ല, ഈ ഒരു ആസ്ഥാനത്തുള്ള റെയ്ഡുമാണിപ്പോൾ. ഇത് റെയ്ഡ് നടത്തേണ്ട മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എല്ലാ കോൺഗ്രസ് നേതാക്കളെയും വീടുകൾ റെയ്ഡ് നടത്തി. ഇവിടെ മാത്രം എന്തുകൊണ്ടാണ് കേരള മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കയറാത്തതെന്ന് ഇലക്ഷൻ കാലത്ത് രാഹുൽ ഗാന്ധി ചോദിച്ചു. അതിനാരും ഇപ്പോഴാണോ റെയ്ഡ് ചെയ്യുന്നത്? ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ വീട് റെയ്ഡ് ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞോ? ഇത് ഇ ഡി എടുത്തൊരു നിലപാട്. ആ നിലപാടിനോട് ഞങ്ങൾക്കും ഒരു കാലത്തും ഇ ഡിയെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് ഞങ്ങളുടെ നിലപാട് തന്നെയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഇന്നലെ കാണിച്ചത് നിയമം കയ്യിലെടുക്കുക, ക്രമസമാധാനം തകർക്കുക, അതാണ് ലക്ഷ്യം. അത് കൈയും കെട്ടി നോക്കി നിൽക്കാൻ ഗവൺമെൻറ് സാധ്യമല്ല. ഞങ്ങൾക്ക് അങ്ങനെ ജനങ്ങൾ അമ്പെ പരാജയപ്പെടുത്തിയ ഒരാളുടെ അയാളെ തകർക്കാൻ ഒരു ഡീലും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളുടെ ഒരു ബലമായിട്ടുള്ള സംശയം ഇത് പിണറായിൻ്റെ ഒരു ജീവൻ രക്ഷാ മാർഗമായിട്ട് ഇ ഡി വന്നതാണോ എന്നാണ് സംശയം. കാരണം എല്ലാവരും സ്വന്തം പാർട്ടിക്കാർ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക എല്ലാ സ്ഥലത്തും. ആ നേരത്താണ് ഇ ഡിയുടെ ഒരു റെയ്ഡ്. ഇവരെ യോജിപ്പിക്കാൻ വേണ്ടി നടത്തിയ ചില ശ്രമങ്ങളാണ് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് പിണറായിക്കുള്ള ജീവൻ രക്ഷാ മാർഗമായിട്ട് ഇ ഡി മാറി എന്നാണ് ഞങ്ങളുടെ സംശയം. ഇല്ല, പോലീസിനോട് ആത്മസംയമനം പാലിക്കണമെന്നാണ് ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടത്. അതല്ലാതെ കയ്യും കെട്ടി നോക്കിക്കണമെന്നല്ല അദ്ദേഹം പറഞ്ഞത്. ഏതായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ കാര്യങ്ങൾ ആഭ്യന്തര മന്ത്രാലയം പരിശോധിക്കും. അദ്ദേഹം ആഭ്യന്തരമന്ത്രി തന്നെ കാര്യത്തിൽ മുൻകൈ എടുക്കും. അദ്ദേഹം നല്ല രീതിയിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയും കൂടെ തരംഗം വയ്ക്കാൻ ചില ശക്തികൾ ശ്രമിക്കുന്നുണ്ടാവും. കാരണം 10 കൊല്ലമായിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റ് പിണറായിൻ്റെ കയ്യിലല്ലേ. അദ്ദേഹത്തിൻ്റെ ആശ്രയന്മാരിപ്പോഴും ഉണ്ടാവും. അവരിതിനെയൊക്കെ കോലി വയ്ക്കാൻ നോക്കും. ഞാൻ മനസ്സിലാക്കി. ഞാൻ ഇന്നലെ ഹോം മിനിസ്റ്ററായിട്ട് സംസാരിച്ചു. അദ്ദേഹം നിലവിൽ കമ്മിറ്റി ഉണ്ട് അവിടെ. ആ കമ്മിറ്റിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികളുണ്ട്. അവരുടെ അഭിപ്രായം ആഭ്യന്തരമന്ത്രി ചോദിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ രണ്ടുപേരും ആലോചിച്ച് നടപടി സ്വീകരിക്കും. ഒരു ക്ഷേത്രത്തിൽ ഒരു സ്വത്തും നഷ്ടപ്പെടാൻ പാടില്ല. UDF ഗവൺമെൻറ് നയതാണ്. അല്ല, അവരുടെ റിപ്പോർട്ട് കിട്ടട്ടെ. ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം 2 മന്ത്രിമാർ ആലോചിച്ച് തീരുമാനമെടുക്കും. ആഭ്യന്തരമന്ത്രിയും ദേവസ്വം മന്ത്രി. അത് ആലോചിക്കട്ടെ. കാരണം ക്ഷേത്രം ഒരു ഏറ്റവും പുരാതന ക്ഷേത്രമാണ്. കോടികളുടെ സ്വത്ത് അവിടെയുണ്ട്. ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന സംവിധാനം കൂടെ നമുക്ക് നോക്കണം. കാരണം ഇത് സ്വത്ത് നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇനിയാണല്ലോ. പണ്ട് ചൊല്ലുവാൻ കള്ളം കപ്പൽ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കും. ആ ദേവൻ്റെ സ്വത്ത് ആർക്കും തൊടാൻ പാടില്ല. ഒരു സംശയം കാര്യത്തില്ല. തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പകർച്ചപ്പനികൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ഫുഡ് സേഫ്റ്റി വിഭാഗത്തിനോട് എല്ലാ ഭക്ഷണശാലകളിലും റെയ്ഡ് നടത്താൻ പറഞ്ഞിട്ടുണ്ട്. അത് നടത്തി റിപ്പോർട്ട് തരണം. അങ്ങനെയുള്ളവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യും. എന്തെങ്കിലും പരിപാടിയുണ്ടോ? ഇന്ന് മുതൽ റെയ്ഡ് നടത്താൻ പറഞ്ഞിട്ടുണ്ട്. കാരണം പല രീതിയിലുള്ള പകർച്ചവ്യാധികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. ആശുപത്രികളിൽ 30-ാം തീയതി ശുചീകരണം, അതൊരു പൈലറ്റ് പ്രോഗ്രാമായിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങുകയാണ്. പക്ഷേ അത് എല്ലായിടത്തും ഉടനെ പ്രാവർത്തികമാക്കാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ ഒരുപാട് ഭാരമുണ്ട്. അവർക്ക് ജോലി ഭാരം. അവിടെ ജനറൽ ആശുപത്രി വർക്ക് ചെയ്യുന്നില്ല.
മറ്റ് ഞങ്ങളുടെ കാലത്ത് ആരംഭിച്ച് LDF പൂട്ടാത്തേല മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ, അത് ഏതാണ്ട് പൂട്ടിയനൊക്കുമേ എന്നുള്ളതാണ് പ്രവർത്തനം. അവരും പോകുന്നത് കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോടിൻ്റെ ഒന്നും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ.